സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഈ പ്രഭാതത്തിൽ വായിച്ച് ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന, ദുഷ്ടനകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അന്നുള്ള ആത്മീയ ആഹാരം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനത്തിന് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള മന്നയാണ് ദൈവം കൊടുത്തത്. ഇന്നത്തെ ദിവസം ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവഇഷ്ടം ചെയ്യുവാൻ, ഫലം കായ്ക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ദൈവത്തിൻ്റെ ശക്തിയാലാണ്, അത് മനുഷ്യന് അസാധ്യമാണ്, ദൈവത്താലേ അത് സാധ്യമാകുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയാലേ, ദൈവാത്മാവിനാലേ, ദൈവജീവനാലേ നമുക്കത് സാധ്യമാകും. മാനുഷികമായ നമ്മുടെ നീതിപ്രവർത്തികൾ, ഹല്ലേലൂയ സ്തോത്രം, അത് കറപുരണ്ട വസ്ത്രങ്ങൾ പോലെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി, ഹല്ലേലൂയ, നമുക്ക് വെളിപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നതിൽ തടസ്സം നിൽക്കുന്നതാണ്. നമ്മൾ കോപിച്ച പോയ സാഹചര്യങ്ങളൊക്കെ, ഹല്ലേലൂയ, നമ്മൾ തന്നെ പ്രതികരിച്ച സാഹചര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കോപത്തെ അടക്കുവാൻ, നമ്മുടെ ജഡീയ ചിന്തകളെ അടക്കുവാൻ, നമ്മുടെ ലോകത്ത് പരമായ ചിന്തകളെ അടക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ശക്തിയെക്കുറിച്ച് നമുക്ക് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾ മൺപാത്രങ്ങളിലാകുന്നു. ഹല്ലേലൂയ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടോ, ഞങ്ങൾ സ്വന്തമായി പ്രാപിച്ചതോ, അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായി നേടിയെടുത്തതോ അല്ല. ഇത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് ഈ ശക്തി. ഹല്ലേലൂയ. എന്നാൽ ഇതൊരു മൺപാത്രത്തിൽ എന്ന പോലെയാണ്. നമുക്കറിയാം, മൺപാത്രം എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതവിടെ സ്തോത്രം സ്ഥിരതയോടെ അവിടെ ഇരിക്കുന്ന ഒരു കാര്യമല്ല മൺപാത്രം, മൺകൂടാരത്തിൽ. അപ്പൊ ഈ ശക്തി മൺപാത്രങ്ങളിൽ എന്ന പോലെ ദൈവത്തിൻ്റെ ദാനമായ ഈ അത്യന്ത ശക്തി, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ ശക്തിയാലാണ് സകലവിധ കഷ്ടങ്ങളും ഞങ്ങൾ സഹിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ കഷ്ടം സഹിക്കുവാനുള്ള ശക്തി ഈ ദൈവത്തിൻ്റെ ദാനമാകുന്ന ഈ അത്യന്ത ശക്തിയാലാണ്. അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു, പലവിധ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞങ്ങൾ നിരാശപ്പെടാതിരിക്കുന്ന ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് ദാനമായുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരാണെങ്കിലും ഉപേക്ഷിക്കപ്പെടാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതായി ഞങ്ങൾക്ക് തോന്നാതിരിക്കുന്നത് ഈ ശക്തി ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നെങ്കിലും ഞങ്ങൾ നശിച്ചു പോകാത്തത് കർത്താവായ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഈ ശക്തി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ വഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് അനുരൂപപ്പെടുന്നത്, അതിൽ ഭാഗവാക്കാകുന്നത്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നത് ഈ ശക്തി
ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശക്തിയാലാണ് ദൈവപരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിവർത്തിച്ച ശക്തി. ഈ ശക്തി നമ്മളിൽ ദാനമായി എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സ്തോത്രം സ്ഥിതിവിശേഷം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, അതെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഏത് കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ദാനമാകുന്ന നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും മാത്രമേ നമുക്ക് ദുഃഖമുള്ളൂ, കഷ്ടതയുള്ളൂ, പ്രയാസങ്ങളുള്ളൂ. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന് കഷ്ടമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു താൻ അനുഭവിച്ച കഷ്ടങ്ങൾ കൂടിയാണ് അനുസരണം പഠിച്ച് തികഞ്ഞവനായി മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് മാറിയത്. അപ്പൊ കർത്താവ് അങ്ങനെ ആയെങ്കിൽ നമുക്ക് എത്രയോ അധികം നമ്മളും ഈ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി അങ്ങനെ നമ്മൾ അനുസരണമുള്ളവരായിത്തീരുകയാണ്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത് ഈ കഷ്ടം എന്ന പ്രോസസ്സിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കാളിയാകുന്നത് നിങ്ങൾ സന്തോഷിക്കണം. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറഞ്ഞു, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളും പ്രശംസിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളെ നമുക്ക് നന്മയ്ക്കായി മാറ്റാൻ കഴിയും ദൈവത്തിന്റെ ശക്തിയാണ്. എന്നാൽ തിന്മയ്ക്കായി മാറ്റുന്നവരുണ്ട്. അപ്പോൾ ഫറവോന്റെ ജീവിതത്തിൽ ദൈവം ഒരു കഷ്ടം അയച്ചു. അവന് നന്മയ്ക്കായി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കഷ്ടങ്ങളിൽ നമ്മൾ മാനസാന്തരപ്പെടുവാനും ദൈവത്തിലേക്ക് തിരിയുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുവാനും ഒക്കെ ഇടയായിത്തീരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ ഫറവോനെ പോലെ നമ്മൾ പിന്നെയും പിന്നെയും കഠിനപ്പെടുകയാണ്. നമ്മുടെ ഹൃദയം തടിച്ചു വരികയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടങ്ങൾ അനുവദിച്ചു തന്നെ കാരണം നമ്മൾ മാനസാന്തരപ്പെടുവാനും നമ്മൾ സ്വഭാവത്തിൽ ക്രിസ്തുവിനെ ആയിപ്പോയി പടിപടിയായി മാറ്റം ക്രിസ്തുവിനെ പോലെ പടിപടിയായി നമ്മൾ സ്വഭാവത്തിലായിത്തീരുന്ന പ്രോസസ്സിങ് ആകേണ്ടതിനുമായിട്ടാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, നമുക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, നമ്മുടെ ആത്മീയ സ്വഭാവത്തിന്റെ വർധനവിന് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, ദൈവവിഷയമായ സമ്പന്നനാകാൻ താല്പര്യമില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ ഇങ്ങനെ കഠിനപ്പെട്ട് പോവുകയാണ്. നമ്മൾ വിശ്വാസി എന്ന പേരിൽ മാത്രം, കർത്താവെ എന്ന് വെറുതെ വിളിക്കുന്നവരായി മാത്രം, ഹല്ലേലൂയ, ഇങ്ങനെ മുന്നോട്ട് കഠിനപ്പെട്ട് തടിച്ച് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കഷ്ടങ്ങളിലും നാം ദൈവ സ്വഭാവം ഉള്ളവരായിത്തീരേണ്ടതിന് നമ്മൾ കൂടുതൽ ഉണരണം. അതെ, ഈ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഉണർന്നുകൊള്ളുക, ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. ഉണരണം, നമ്മളുടെ മനസ്സുണരണം, നമ്മുടെ ഹൃദയം ഉണരണം. ഹല്ലേലൂയ. ചാകാറായ ശേഷിപ്പ്. എന്താ ചാകാറായ ശേഷിപ്പ്? ആമേൻ. ആ ശേഷിയില്ല. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തിയില്ല. വചനം അനുസരിക്കാൻ ശേഷിയില്ല. കഷ്ടം സഹിക്കാൻ ശേഷിയില്ല. ഹല്ലേലൂയ. സഹിഷ്ണുത കാണിപ്പാൻ ശേഷിയില്ല. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ശേഷിയില്ല. അടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ശേഷിയില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിപ്പാൻ നമുക്ക് ശേഷിയില്ല. ഹല്ലേലൂയ. ചാകാറായ ശേഷി, അതിനെ ശക്തീകരിക്കണം. ഉണരണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. അവിടെ ഭുജമേ നീ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുവാൻ യശയാപ്രവചനത്തിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉണരണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വചനം ധ്യാനിക്കണം, കർത്താവിന്റെ നാമത്തെ വിളിച്ച് ദൈവത്തോടെടുക്കണം, നമ്മൾ മനസ്സാന്തരപ്പെടണം, ഉണരണം. അപ്പോൾ അങ്ങനെ ഈ അത്യന്ത ശക്തി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം
ഞാൻ സകലത്തിലും മതിയാകുന്നു. നമുക്ക് സകലതും ചെയ്യണമെങ്കിൽ, ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഉണരണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ജാഗാറായ ശേഷിപ്പുകളെ നമ്മൾ ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ആവസിക്കേണ്ടതിനായി അതെ നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, കൈകളെ വെട്ടിപ്പാക്കണം, എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശ വയ്ക്കണം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കണം, കർത്താവിൽ വസിക്കണം. ഹല്ലേലൂയ, നിശ്ചയമായിട്ടും ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഈ അത്യന്ത ശക്തി, ഈ ദാനത്തെ നമുക്ക് നൽകി. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയും. സകലവിധ കഷ്ടം അനുഭവിക്കുന്നവരിലും സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിപ്പാതിരിപ്പാൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് നിരാശപ്പെടാതിരിപ്പാൻ ഈ ശക്തി നമുക്ക് വേണം. ഈ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതൊന്നും കഴിയാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, അത്യന്ത ശക്തി എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തണം, പരിശുദ്ധാത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം, എനിക്ക് തരണം. കർത്താവേ, ദാനം എനിക്ക് തരണം. ഹല്ലേലൂയ, സ്തോത്രം. അതായത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടാണ്. നിങ്ങൾക്ക് ശക്തി ലഭിക്കാതെ പ്രിയമുള്ളവരെ നമുക്കൊന്നും സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയാലാണ് നമുക്ക്, ദൈവത്തിൻ്റെ ബലത്താലാണ്, ദൈവത്താലാണ് നമുക്ക് മതിൽ ചാടി കിടക്കാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേൽ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തം. കർത്താവെ, കർത്താവായ യേശുവേ, കർത്താവായ യേശു ആത്മാവിനെ പകരണം, ഞങ്ങളെ ശക്തിപ്പെടുത്താൻ. പ്രഭാതത്തിൽ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയാഹാരം നൽകിയതിനായി സ്തോത്രം. ഉണർന്നിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവെ ഉണരുവാൻ ഞങ്ങളെ ഉണർത്തണമേ. കർത്താവെ അവിടെ അങ്ങനെ ചെയ്യണമെന്നവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.